കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPIM-നെ കുരുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിയമപരമല്ലാത്ത 5 രഹസ്യ അക്കൗണ്ടുകളിലൂടെ സംഭാവനയടക്കം പാർട്ടി കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ മന്ത്രാലയം, റിസർവ് ബാങ്ക് എന്നിവയ്ക്ക് ED കത്ത് നൽകി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ED അന്വേഷണം CPM-ന്റെ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. തൃശൂർ ജില്ലയിൽ വിവിധ ബാങ്കുകളിലായി CPM-ന് 25 അക്കൗണ്ടുകളുണ്ട്. എന്നാൽ കരുവന്നൂർ ബാങ്കിലുള്ള 5 അക്കൗണ്ടുകളുടെ വിവരങ്ങൾ CPIM ഓഡിറ്റ് റിപ്പോർട്ടിലടക്കം മറച്ചുവെച്ചുവെന്നാണ് EDയുടെ കണ്ടെത്തൽ. സൊസൈറ്റി അംഗത്വം എടുക്കാതെ തുറന്ന അക്കൗണ്ടുകൾ സഹകരണ നിയമങ്ങൾക്കും ബാങ്ക് ബൈലോയ്ക്കും വിരുദ്ധമാണ്. ഈ അക്കൗണ്ടുകളിലൂടെയും പാർട്ടി സംഭാവനയും ലെവിയും കൈപ്പറ്റി. പാർട്ടി ഓഫീസുകൾക്ക് ഭൂമി വാങ്ങാനും ഇതിലെ പണം ഉപയോഗിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരാമർശിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം, റിസർവ് ബാങ്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്ക് അന്വേഷണ ഏജൻസി കത്തു നൽകിയത്. സംഭാവന സ്വീകരിക്കുന്നതിൽ ഉൾപ്പെടെ ധനകാര്യ ഇടപാടുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ പാലിക്കേണ്ട നിയമങ്ങൾ CPIM പാലിച്ചോ എന്നത് പരിശോധിക്കണമെന്നാണ് ജനുവരി 16-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്തിലെ ആവശ്യം. കേന്ദ്ര ഏജൻസിയുടെ കണ്ടെത്തൽ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെ വെട്ടിലാക്കി. കണക്കിൽപ്പെടാത്ത സംഭാവന സ്വീകരിച്ചതിൽ ആദായനികുതി വകുപ്പ് ഇടപെടലിനുള്ള സാധ്യതയും തള്ളാനാവില്ല. റിപ്പോർട്ടർ, ദില്ലി.